കേരളം പോലെ സാംസ്കാരിക ഔന്നത്യം തുളുമ്പി നിൽക്കുന്ന ഒരു സ്ഥലത്ത് എമ്പുരാൻ എന്ന ഒരു സർഗസൃഷ്ടിക്ക് അല്ലെങ്കിൽ ഒരു മികച്ച മലയാള സിനിമയ്ക്ക് രക്ഷയില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഭയപ്പെടുക തന്നെ വേണം. മലയാളിയുടെ മനസ്സിൽ 40 വർഷമായി കൂടുകൂട്ടി നിറഞ്ഞു നിന്നിരുന്ന മലയാളത്തിന്റെ നടന വിസ്മയമായ മോഹൻലാൽ അടിയറവ് പറഞ്ഞിരിക്കുന്നു. അതെ, മോഹൻലാൽ എന്ന ആ വലിയ വിഗ്രഹം ഉടഞ്ഞു വീണിരിക്കുന്നു. അധികാരത്തിന്റെ ഹുങ്ക് തലക്കി പിടിച്ച അബദ്ധസഞ്ചാരികൾ ആ മഹാനടനെ ഇപ്പോൾ ഒന്നുമല്ലാതെയാക്കി മാറ്റിയിരിക്കുകയാണ്. സംഘപരിവാറിന്റെ വിഷലിപ്തമായ രാഷ്ട്രീയത്തിന് അധികം വേരോട്ടമില്ലാത്ത കേരളം പോലെ ഒരിടത്തു പോലും സിനിമാക്കാരും സാഹിത്യകാരും സാംസ്കാരിക നായകന്മാരും കലാകാരന്മാരും തങ്ങളുടെ സൃഷ്ടികൾക്ക് നേരെ വരുന്ന ഭീഷണികളിൽ ഭയന്നു വിറച്ച് തങ്ങളുടെ കലാസൃഷ്ടികൾ പിൻവലിക്കുവാനും പറഞ്ഞ വാക്കുകൾ വിഴുങ്ങുവാനും നിർബന്ധിതരാവുകയാണെങ്കിൽ അത് അധികാരത്തിന്റെ ഇരുണ്ട ഇടനാഴികളിൽ ഫാസിസം പത്തിവിടർത്തി ആടുകയാണ് എന്നുള്ളതിന്റെ പ്രത്യക്ഷമായ തെളിവാണ്. ഇന്ന് നാം കാണുന്ന കേരളത്തിന്റെ ഈ ദുരവസ്ഥ വിളിച്ചു പറയുന്നത് സംഘപരിവാറിന്റെ ഭരണം അധികം വൈകാതെ നമ്മെയും വേട്ടയാടുവാൻ വരും എന്ന് തന്നെയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംഘപരിവാറിന്റെ വിഷലിപ്തമായ ആശയങ്ങളെ പ്രതിരോധിക്കുന്നതിൽ നിന്നും പിന്മാറി അധികാരത്തിന്റെ സിംഹാസനത്തിൽ മാത്രം കണ്ണുനട്ടിരിക്കുന്നിടത്തോളം കാലം കേരളം ഈ ദുരവസ്ഥയിലേക്ക് കുപ്പുകുത്തും. പ്രത്യയശാസ്ത്രപരമായ പ്രതിരോധങ്ങൾ ദുർബലമാകുമ്പോൾ ഫാസിസ്റ്റ് ശക്തികൾക്ക് കൂടുതൽ ഇടം ലഭിക്കും. അത് കേരളത്തിന്റെ രാഷ്ട്രീയ ഭാവിയെ തന്നെ അപകടത്തിലാക്കും. ഈ നിശബ്ദത, ഈ ഒളിച്ചോട്ടം, ഈ ഭയം ഒരു നാൾ കേരളത്തിന്റെ ശവക്കുഴി തോണ്ടും. ഒട്ടനവധി സാംസ്കാരിക പ്രതിഭകളെ ഈ കൊച്ചു കേരളത്തിന് സമ്മാനിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംഘപരിവാർ സംഘടനകളുടെ ഈ അഴിഞ്ഞാട്ടം കണ്ടിട്ട് അതിനെതിരെ ഒരു വാക്കുപോലും പ്രതികരിക്കാതിരിക്കുന്നതിന്റെ പിൻപിൽ പല കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് പ്രതിപ്പട്ടികയിൽ നിൽക്കുന്ന വ്യക്തി മോഹൻലാലാണ് എന്നുള്ളത് തന്നെയാണ്. കാരണം മോഹൻലാൽ എന്ന മഹാനടന്റെ രാഷ്ട്രീയം തന്നെ ഇതുവരെ അയാൾ വ്യക്തമാക്കിയിട്ടില്ല. എന്നാൽ പ്രവർത്തികളിലും ശരീരഭാഷകളിലും പലപ്പോഴും ഒരു സംഘപരിവാർ ചായ്വ് ലാലേട്ടനിൽ മലയാളി പലപ്പോഴും ദർശിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, കേരളത്തിലെ സംഘികൾ ലാലേട്ടൻ ഞങ്ങളുടെ സ്വന്തമാണ് എന്ന് അവകാശപ്പെടുകയും ലാലേട്ടന്റെ കുത്തക അവകാശം ഏറ്റെടുക്കുകയും ചെയ്ത ആൾക്കാരാണ്. ലാലേട്ടന്റെ ഫാൻസ് അസോസിയേഷനിൽ ഭൂരിപക്ഷവും സംഘികൾ തന്നെയാണ് എന്ന് അവർ പലവരും പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ പറയുമ്പോൾ എല്ലാം പറയണം, ലാലേട്ടന്റെ എല്ലാ സിനിമകൾക്കും അങ്ങനെ കയറി പിന്തുണയൊന്നും ഇവർ പ്രഖ്യാപിക്കാറുമില്ല. നരസിംഹവും ആറാം തമ്പുരാനും പോലെയുള്ള സിനിമകളിൽ ആഠ്യത്വമുള്ള ഹൈന്ദവനെ അവതരിപ്പിക്കുമ്പോൾ മാത്രമേ അവർ ലാലേട്ടന്റെ ആരാധകരായി രംഗത്തെത്താറുള്ളൂ. ഒരു ഇസ്ലാം കഥാപാത്രത്തെ മോഹൻലാൽ തിരഞ്ഞെടുത്താൽ അതിന് ആറാം തമ്പുരാൻ കൊടുക്കുന്ന പിന്തുണയൊന്നും ഒരിക്കലും ലഭിക്കില്ല, ലഭിച്ചിട്ടുമില്ല. ഇത് മോഹൻലാലിനും നന്നായിട്ട് അറിയാം. അദ്ദേഹത്തിന്റെ മിക്ക വ്ളോഗുകളിലും കേന്ദ്ര സർക്കാരിനെയും സംഘപരിവാർ നേതൃത്വങ്ങൾക്കുമൊക്കെ സ്തുതി പാടുന്നത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുമുണ്ട്. അതൊക്കെ കൊണ്ട് തന്നെയാണ് ഇത്രയും നാളും തോളിൽ ചുമന്നുകൊണ്ട് നടന്ന ആൾക്കാർ തന്നെ വാരി താഴെയിട്ട് അലക്കുകയും ചവിട്ടി തേക്കുകയും ചെയ്യുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരൻ കണ്ണടച്ചുകൊണ്ടിരിക്കുന്നത്. എന്നുവെച്ചാൽ എന്തായാലും ഇയാൾ അവരുടെ ആളല്ലേ, അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് കണക്കിന് വാങ്ങിക്കൂട്ടട്ടെ എന്നുള്ളൊരു ചിന്ത. പക്ഷേ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന കേരളത്തിലെ രാഷ്ട്രീയ പ്രമുഖർ ഇതിനെ ഗൗരവമായി തന്നെ കാണേണ്ടതാണ്. ഇത് സംഘികളുടെയും മോഹൻലാലിന്റെയും പ്രശ്നം എന്നുള്ള രീതിയിൽ കണ്ണടച്ചാൽ നാളെ ഇതിനേക്കാൾ വലിയ പ്രതിസന്ധികൾ നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിൽ നിങ്ങൾക്ക് കാണേണ്ടി വരും. മോഹൻലാലിന് ഭയപ്പെടുവാൻ പലതുമുണ്ട്. ആനക്കൊമ്പ് കേസ് ഉൾപ്പെടെ പലതും ഇപ്പോൾ നിശബ്ദമായി നിലകൊള്ളുകയാണ്. എന്നാൽ തൊട്ടടുത്ത നിമിഷം കേന്ദ്ര ഏജൻസികൾ കയറി നിരങ്ങുമെന്ന് അയാൾക്ക് നന്നായിട്ട് അറിയാം. അതുമാത്രവുമല്ല, ഈ ചിത്രത്തിന്റെ പിൻപിൽ നിൽക്കുന്ന ഓരോരോ ആൾക്കാരെയും അധികാരം ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്ര ഏജൻസികളെ കൊണ്ട് ശ്വാസം മുട്ടിക്കുവാനുള്ള പദ്ധതികൾ ആരംഭിച്ചിരിക്കുന്നു, ഭീഷണികൾ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ലാലേട്ടൻ ഇപ്പോൾ മാപ്പ് പറയേണ്ടി വന്നിരിക്കുന്നത്. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുമായി മുൻപോട്ട് പോകുന്ന ആൾക്കാരോട് പ്രത്യയശാസ്ത്രപരമായ പ്രതിരോധം ഉയർത്തേണ്ട സ്ഥലത്ത് നിങ്ങൾ അത് ഉയർത്തുന്നില്ല എങ്കിൽ നാളെ തകർന്നു വീഴുവാൻ പോകുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ തന്നെ രാഷ്ട്രീയ അടിത്തറയായിരിക്കും. വാസ്തവത്തിൽ ലാലേട്ടൻ ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? അതേക്കുറിച്ച് സന്ദീപ് വാര്യർ നടത്തിയിരിക്കുന്ന ഒരു പ്രസ്താവനയുണ്ട്. അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. അങ്ങേയറ്റം വളരെ കൃത്യമാണ്. മോഹൻലാലിന്റെ ആ പോസ്റ്റ് താങ്കൾ വായിച്ചു കാണുമല്ലോ. ആ പോസ്റ്റോട് കൂടി എന്താണ് സമരസപ്പെടുന്നത്, ആരോടാണ് സമരസപ്പെടുന്നത്? അപ്പോൾ എല്ലാം ഇനി കലാകാരന്മാർക്ക്, ഭാവിയിലെ എഴുത്തുകാർക്ക്, സിനിമ നിർമ്മിക്കുന്നവർക്ക്, ടീമുകൾക്ക്, ഒരുപാട് പുതുമുഖ താരങ്ങൾ, പുതുമുഖ എഴുത്തുകാരൊക്കെ വരുന്നു. അപ്പോൾ അവർക്കൊക്കെ ഒരു നൽകുന്ന ഒരു സന്ദേശമുണ്ടല്ലോ ശ്രീ സന്ദീപ് വാര്യർ, അതെന്താണ്? ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ സിനിമയ്ക്ക് വേണ്ടി മുതൽ മുടക്കിയ ആളുകൾക്ക് അവരുടെ നേർക്കായി വലിയ ഭീഷണി കേന്ദ്ര ഏജൻസികളുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ളതാണ്. തീർച്ചയായിട്ടും സിനിമാ നിർമ്മാതാക്കൾ മാത്രമല്ല, മറ്റു പല ബിസിനസ്സുകളും ചെയ്യുന്ന ആളുകളാണ്. അവർക്ക് നേരെ കേന്ദ്ര ഏജൻസികളുടെ ഭീഷണിയും ഒരു തരത്തിലുള്ള ബ്ലാക്ക് മെയിലിങ്ങും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായിട്ടും അവരുണ്ടാക്കിയ സമ്മർദ്ദം അത് മറികടക്കാൻ മോഹൻലാൽ എന്ന കലാകാരന് സാധിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ആളുകളോട് സംസാരിച്ചതാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് പറയുന്നത് അവർ വലിയ ഭയപ്പാടിലായിരുന്നു. ഇന്നത്തെ ഇന്ത്യയുടെ സാഹചര്യമാണ് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് തങ്ങൾക്കെതിരായിട്ടുള്ള അഭിപ്രായം പറയുന്നവരെ മുഴുവൻ ഭീഷണിപ്പെടുത്തുക, വരുതിക്ക് നിൽക്കാത്തവരെ ഭയപ്പെടുത്തുക,
എതിർക്കുന്നവരെ ജയിലിലേക്ക് അയക്കുക എന്നുള്ളത് ഇന്നത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യമാണ്. ആ രാഷ്ട്രീയ സാഹചര്യത്തിന്റെ ഒടുവിലത്തെ ഇരയായി ഒരു മലയാള സിനിമ മാറിയ ഏറ്റവും ഗതികെട്ട സാഹചര്യമാണ് ഇപ്പൊ കേരളത്തിലുള്ളത്. കേരളത്തിലെ പൊതുസമൂഹമോ കേരളത്തിലെ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്നയാളായിക്കോട്ടെ, രാഷ്ട്രീയമില്ലാത്ത ആളായിക്കോട്ടെ, കേരളത്തിലൊരു ഒരു സാഹിത്യ സൃഷ്ടി, ഒരു സർഗ സൃഷ്ടി, ഏതെങ്കിലും തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ഇടപെടൽ കേരളത്തിലെ പൊതുസമൂഹം അംഗീകരിക്കുകയില്ല. കേരളം ഒരുപാട് മുന്നേറിയിട്ടുണ്ട്. കേരളം ഒരു പുരോഗമന സന്ദീപ് വാര്യർ, ഇപ്പോൾ രാഹുൽ ഈശ്വർ പറഞ്ഞത് എന്താണ്? ഒരു ബാലൻസിങ് വേണമെന്ന്. ഒരു എഴുത്തുകാരന്റെ സർഗാത്മകത, അതിനോട് അവൻ എങ്ങനെ നീതി പുലർത്തിക്കൊണ്ട് എല്ലാവരെയും തൃപ്തിക്കൊണ്ട് അവന്റെ കാഴ്ചപ്പാടിനെ, ധാരണകളെ, അല്ലെങ്കിൽ ചരിത്രപരമായിട്ടുള്ള കാഴ്ചപ്പാടുകളെയൊക്കെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ എല്ലാവരെയും ചേർത്ത് വെച്ചുകൊണ്ട് അത് എങ്ങനെ നടക്കും ശ്രീ സന്ദീപ് വാര്യർ? അല്ല, ഒരു സിനിമയിൽ നമുക്ക് എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ സാധിക്കല്ലോ. അങ്ങനെയാണെങ്കിൽ സന്ദേശം എന്ന സിനിമ എങ്ങനെയാണ് ശ്രീനിവാസൻ എഴുതാൻ കഴിയുക? സന്ദേശം എന്ന സിനിമയിൽ ഈ അന്നത്തെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തെ വളരെ സരസമായി രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു സിനിമയായിരുന്നു. അത് കോൺഗ്രസുകാരും CPM-കാരും ഒരുപോലെ ആസ്വദിച്ചിരുന്ന് കണ്ടൊരു സിനിമ കൂടിയാണ് സന്ദേശം എന്ന സിനിമ. അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തെ അതിൽ കൃത്യമായി വരച്ചു കാണിച്ചിട്ടുണ്ട്. അതിനുശേഷം കേരളത്തിൽ ഇറങ്ങിയിട്ടുള്ള ഷാജി കൈലാസിന്റെ അടക്കം എത്രയോ സിനിമകൾ കേരളത്തിലുണ്ടല്ലോ. ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ, പത്ര മുതലാളിമാരെ, മാധ്യമപ്രവർത്തകരെ, വിവിധ തുറകളിൽപ്പെട്ട നമുക്ക് പരിചയമുള്ള ആളുകളെന്ന് തോന്നിപ്പിക്കുന്ന വിധം ഉള്ള ആളുകളെ അത്തരം സിനിമകളിൽ കാണിച്ചിട്ടുണ്ടല്ലോ. അപ്പോഴൊന്നും ഒരു സിനിമയോടും അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് വിരട്ടുകയോ എഴുത്തുകാരനെ ഭീഷണിപ്പെടുത്തുകയോ അവരെ ആക്രമിക്കുകയോ ചെയ്യുന്നൊരു സാഹചര്യം കേരളത്തിൽ ഉണ്ടായിട്ടില്ല. നിങ്ങൾ ഏകലവ്യൻ സിനിമ എടുത്ത് പരിശോധിക്കൂ. അതിനുശേഷം വന്നിട്ടുള്ള നിരവധിയായിട്ടുള്ള സുരേഷ് ഗോപിയുടെ രഞ്ജി പണിക്കർ സിനിമകൾ എടുത്ത് പരിശോധിക്കൂ. മമ്മൂട്ടിയുടെ ദ കിങ് എന്ന സിനിമ എടുത്ത് പരിശോധിക്കൂ. അതാത് കാലത്തെ കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളെ പ്രതിനായക സ്ഥാനത്ത് നിർത്തിയിട്ടോ അതല്ലെങ്കിൽ അത്യന്തം ഹീനമായിട്ടുള്ള സ്ഥാനങ്ങളിൽ നിർത്തിയിട്ടോ ഒക്കെയാണ് അത്തരം സിനിമകൾ വന്നിട്ടുള്ളത്. ആ സിനിമകൾ വന്നതുകൊണ്ട് അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ നമ്മൾ ഈ സിനിമയിൽ കാണുന്നത് പോലെ ഒരു അതിമാനുഷ കഥാപാത്രമൊന്നുമില്ല. അദ്ദേഹം ഒരു കലാകാരനാണ്. ആ കലാകാരന്റേതായിട്ടുള്ള മാനസിക വ്യഥയിലൂടെയും അല്ലെങ്കിൽ സമ്മർദ്ദത്തിലൂടെയും ഒക്കെ കടന്നു പോകുന്ന ഒരു വ്യക്തി മാത്രമാണ്. സാധാരണ മനുഷ്യനാണ്. നമ്മൾ സിനിമയിൽ കാണുന്നത് പോലെ ഒരു അതിമാനുഷ കഥാപാത്രമോ കടുവയെ പിടിക്കാൻ കഴിയുന്ന പുലിമുരുകനോ അതല്ലെങ്കിൽ 1000 ആളുകളെ അടിച്ചു പറത്താൻ കഴിയുന്ന ഇന്ദുചൂടനോ ഒന്നുമല്ല അദ്ദേഹം. അദ്ദേഹം ഒരു മനുഷ്യനാണ്. അപ്പൊ മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് മോഹൻലാലിന്റെ മേലും സമ്മർദ്ദം ഉണ്ടായിരിക്കാം. ഇന്ന് കേന്ദ്രം ഭരിക്കുന്ന ഒരു വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ അവരുടെ അന്വേഷണ ഏജൻസികളുടെ അവരുടെ വലിയ തോതിലുള്ള മസിൽ പവറിന്റെ മണി പവറിന്റെ ഒക്കെ സമ്മർദ്ദം അദ്ദേഹത്തിന് മുകളിലും ഈ സിനിമ നിർമ്മിക്കാൻ അദ്ദേഹത്തെ സഹായിച്ചിട്ടുള്ള മറ്റാളുകളുടെ മേലും ഉണ്ടായി എന്ന് എനിക്ക് വ്യക്തമായിട്ട് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മോഹൻലാൽ വ്യക്തിപരമായിട്ട് ഏതെങ്കിലും രീതിയിൽ മലയാളികളെ വഞ്ചിച്ചു എന്നല്ല. പക്ഷെ അദ്ദേഹം ഉൾപ്പെടെയുള്ള മഹാകലാകാരന്മാരെ മലയാളികൾ ആദരിക്കുന്ന കേരളത്തെ ലോകത്തിന് മുന്നിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള മോഹൻലാലിനെ പോലെ ഒരു കലാകാരനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു സിനിമ, മോഹൻലാലിന്റെ ഒരു സിനിമയ്ക്ക് കേരളത്തിൽ തിരുത്തപ്പെടേണ്ടി വന്നു. അതിനെ എഡിറ്റ് ചെയ്തതിനു ശേഷം മാത്രം കേരളം പോലെ ഒരു പുരോഗമന സമൂഹത്തിൽ പ്രദർശിപ്പിക്കേണ്ട സാഹചര്യത്തിലേക്ക്, ഗതികെട്ട കാലത്തേക്ക് കേരളം പോയി എന്നുള്ളതാണ് മലയാളി എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഏറ്റവും അപമാനകരമായിട്ടുള്ള വസ്തുത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ എമ്പുരാനു വേണ്ടി കഥ എഴുതിയ മുരളി ഗോപി അയാളുടെ നിലപാടിൽ തന്നെ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു എന്നുള്ളത് പ്രശംസനീയമാണ്. ഒരു വർക്ക് ഓഫ് ആർട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അത് ആളുകളുടെ സ്വന്തമാണ്, അത് കാഴ്ചക്കാരൻ്റെ സ്വന്തമാണ്. അയാളുടെ മനസ്സിൽ അത് പല രീതിയിൽ വർക്ക് ചെയ്യാം. അപ്പോൾ അതിന് ഞാൻ എൻ്റെ എക്സ്പ്ലനേഷൻസ് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. അതുപോലെ ഭയങ്കരമായ ആരോപണങ്ങൾ ചിലപ്പോൾ ഉണ്ടാവാം. മനസ്സിലാക്കാത്ത ആൾക്കാരിൽ നിന്ന് ഫിലിം ലിറ്ററസി കുറവായിട്ടുള്ള റിവ്യൂവേഴ്സിൻ്റെ കയ്യിൽ നിന്ന്, ഭയങ്കരമായ സ്കാറ്റിംഗ് അറ്റാക്ക്, പിന്നെ പൊളിറ്റിക്കൽ അജണ്ട ഉള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഇങ്ങനെയൊക്കെയുള്ള അറ്റാക്സ് വരുമ്പോഴും നമ്മൾ അതിൽ റെസ്പോണ്ട് ചെയ്യാന്നിട്ട് അതിലൊരു ഇതില്ല. കാരണം അവർക്ക് അങ്ങനെയാണ് തോന്നിയെങ്കിൽ ഓക്കെ, അങ്ങനെയാണ് തോന്നിയത്, അത്രേ പറയാൻ പറ്റും. അത് റെസ്പെക്ട്ഫുള്ളാണ് ഞാൻ. അത്രേ എനിക്ക് നമ്മൾ ഒരു എഴുത്തുകാരനായതോ തിരക്കഥാകൃത്തായതോ അങ്ങനൊരു സംഭവം നമ്മളിലൂടെ വരുന്നതല്ലേ ഓരോ തീംസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് വരുന്നതിനൊരു റീസൺ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ അതിൻ്റെതായ ഫോമിൽ തന്നെ കൊടുക്കുക. അതിൽ കിട്ടുന്ന ഹാരങ്ങളാണെങ്കിൽ അതും, അതിൽ കിട്ടുന്ന കല്ലേറാണെങ്കിൽ അതും സ്വീകരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. മോഹൻലാലിന്റെ പോസ്റ്റ് പൃഥ്വിരാജ് ഷെയർ ചെയ്തിട്ടുണ്ട്. എങ്കിലും വർഗീയ ശക്തികളുടെ മുമ്പിൽ അയാളുടെ നട്ടല്ല അടിയറ വെക്കില്ല, ഈടിയല്ല എന്ത് തന്നെ വന്നാലും കരുത്തോടെ നേരിടും എന്ന് തന്നെ ഇപ്പോഴും പ്രതീക്ഷിക്കുന്ന വലിയൊരു കൂട്ടം ആൾക്കാരുണ്ട്. എമ്പുരാൻ എന്ന ഒരു മികച്ച ചിത്രത്തിന് 17 വെട്ട് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ പ്രബുദ്ധ കേരളം ഭാവിയിൽ നേരിടുവാൻ പോകുന്ന ആപൽക്കരമായ സാഹചര്യം എന്താണ് എന്നുള്ളതിലേക്ക് അത് വ്യക്തമായി വിരൽ ചൂണ്ടുന്നുണ്ട്.
ബോധമുള്ളവർക്ക് മാത്രമേ പറഞ്ഞാൽ മനസ്സിലാകൂ. ഈ സിനിമയെ ഒരു സിനിമ എന്ന രീതിയിൽ മാത്രം കണ്ടുവിട്ടിരുന്നുവെങ്കിൽ അത് വലിയ ചർച്ചകളൊന്നും ആകാതെ കഷ്ടിച്ച് 100 120 കോടിയിലൊക്കെ നിന്നേനെ. ഇതിപ്പോ കാണേണ്ടത് മുഴുവൻ നാട്ടുകാർ കണ്ടു കഴിഞ്ഞു. റെക്കോർഡ് കളക്ഷനുമായി എമ്പുരാൻ ചരിത്രം സൃഷ്ടിക്കുകയാണ്. ചിലപ്പോൾ 500 1000 കോടിയോ ക്ലബിൽ ഇത് കയറിപ്പെട്ടാലും അത്ഭുതപ്പെടാൻ ഒന്നും കഴിയില്ല. കാരണം അത്രമാത്രം ഈ സിനിമയ്ക്ക് നിങ്ങൾ ഹൈപ്പ് കൊടുത്തു. ഇനി സംഭവിക്കാൻ പോകുന്ന മറ്റൊരു കാര്യം, കത്രിക വെച്ചതിന് ശേഷം ഇറങ്ങുന്ന പുതിയ പതിപ്പ് അതെങ്ങനെയുണ്ട് എന്ന് കാണുവാൻ വേണ്ടി സംഘമിത്രങ്ങൾ ബുധനാഴ്ച മുതൽ തിയേറ്ററുകളിൽ തിരിച്ചു കയറും. അതും സിനിമയ്ക്ക് വലിയ നേട്ടമാണ് ഉണ്ടാക്കി കൊടുക്കുക. എത്ര വെട്ടുവെട്ടിയാലും ഏത് രീതിയിൽ വികലമാക്കിയാലും ഇനി ഒരുപക്ഷെ ഈ സിനിമ തന്നെ അപ്പാടെ നിങ്ങൾ നിരോധിച്ചാലും സംഘപരിവാറിന്റെ യഥാർത്ഥ മുഖച്ഛായ എന്താണ് എന്നുള്ളത് ഈ സമൂഹത്തിന് നിങ്ങൾ വെളിപ്പെടുത്തി കൊടുത്തു. അത് തീർച്ചയായിട്ടും നിങ്ങളെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. പുതിയൊരു തലമുറ നിങ്ങളുടെ ഉള്ളിൽ ഒളിപ്പിച്ചിരിക്കുന്ന ഭീകരതയെ വ്യക്തമായി കാണുകയാണ്. അവരിനി ഒരു ചരിത്രം എഴുതും. വരുവാൻ പോകുന്ന അവരുടെ തലമുറയ്ക്ക് ആ ചരിത്രത്തിന്റെ ഹെഡിങ്ങിൽ അവരിങ്ങനെ കൊടുക്കും, നിങ്ങൾ ഭീരുക്കളായിരുന്നു എന്ന്. എന്തായാലും മുരളി ഗോപിയെയും പൃഥ്വിരാജ് സുകുമാരനെയും എഴുന്നേറ്റ് നിന്ന് സല്യൂട്ട് അടിക്കാൻ തോന്നുകയാണ് ഈ നിമിഷത്തിൽ. ബാബുഭായ് പട്ടേൽ എന്ന കൊടും ക്രിമിനലിനെയും അയാളുടെ ക്രൂരതയെയും ബാബു ബജ്റംഗി എന്ന അയാളുടെ ചെല്ലപ്പേരിൽ തന്നെ ഈ സിനിമയിൽ വെളിപ്പെടുത്തിയ ആ രാഷ്ട്രീയ ആർജവമുണ്ടല്ലോ, അതിനാണ് സല്യൂട്ട് നൽകേണ്ടത്. അതെ, ഇന്ത്യയിൽ ബാബു ബജ്റംഗി വീണ്ടും ചർച്ചയായിരിക്കുന്നു. കാലം അങ്ങനെയാണ്. നമ്മൾ എത്ര വേണ്ട എന്ന് പറഞ്ഞാലും ചിലതൊക്കെ നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. എന്തായാലും ഒടുവിലായി നമ്മുടെ സാംസ്കാരിക കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് നടത്തിയ ഒരു പ്രസ്താവന കൂടി വായിച്ചു നിർത്താം. സംഘപരിവാറിന് ചരിത്രത്തെക്കുറിച്ച് കാര്യമായ അറിവില്ല. ചരിത്രത്തെ വളച്ചൊടിച്ചാണ് ശീലം. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നാൽ തങ്ങൾക്ക് അനുകൂലമായി സൃഷ്ടിക്കപ്പെടുന്ന നിർമ്മിതികൾക്കുള്ള സ്വാതന്ത്ര്യമാണെന്നാണ് സംഘപരിവാർ കരുതുന്നത്. അത്തരം സൃഷ്ടികളെ ആഘോഷിക്കുക എന്നുള്ളതാണ് അവരുടെ അജണ്ട. സിനിമ ഒരു കൂട്ടം കലാകാരന്മാരുടെ സൃഷ്ടിയാണ്. ഭീഷണിപ്പെടുത്തിയും സമൂഹ മാധ്യമങ്ങളിലൂടെ അവഹേളിച്ചും അപമാനിച്ചും ഒരു കലാസൃഷ്ടിയുടെ ഉള്ളടക്കത്തെ തിരുത്തിക്കുന്നത് വിജയമല്ല. അത് സമൂലമായ പരാജയത്തിന്റെയും ഭീരുത്വത്തിന്റെയും ലക്ഷണമാണ്. എത്ര മൂടിവെക്കാൻ ശ്രമിച്ചാലും ചരിത്ര സത്യങ്ങൾ തെളിഞ്ഞു തന്നെ നിൽക്കും എന്നത് മറക്കരുത്. എമ്പുരാന്റെ അണിയറ പ്രവർത്തകർക്കൊപ്പം വി ഡി സതീശൻ ഇത് പറഞ്ഞ് അദ്ദേഹത്തിന്റെ പോസ്റ്റ് അവസാനിപ്പിക്കുകയാണ്. പ്രേക്ഷകരായ നിങ്ങൾക്ക് പ്രതികരിക്കാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പങ്കുവെക്കുവാൻ മറക്കരുത് എന്ന് ഓർപ്പിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.